ഹലോ നമസ്കാരം. ഞാൻ കുറേ ദിവസമായിട്ടോ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് എപ്പം മാങ്ങ കൊണ്ടുവന്നാലും അതെങ്ങനെയെങ്കിലും വെച്ചിട്ട് തീരും. ഒന്നില്ലെങ്കിൽ പിള്ളേരൊക്കെ എടുത്ത് മുറിച്ച് കഴിക്കും. അങ്ങനെ അപ്പം നമ്മളെ വീട്ടിൻ്റെ അടുത്ത് ഇന്നലെ കുറച്ച് മാങ്ങ അവരെനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. നല്ല കുഞ്ഞ് മാങ്ങ, മാമ്പഴ പുളിശ്ശേരിക്കൊക്കെ പറ്റിയ പോലത്തെ മാങ്ങ. അപ്പോൾ ഞാൻ വിചാരിച്ച് അത് എന്തായാലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന മാങ്ങയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയും, കുറച്ച് ബേക്കിംഗ് സോഡ ഇതിൽ വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് നേരം മാങ്ങയുടെ കഴുകാൻ വെക്കണം. കാരണം ഇപ്പം അറിയാമല്ലോ നമുക്ക് വവ്വാൽ എന്തായാലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ മരത്തുനിന്ന് കിട്ടുന്നതല്ലേ. അപ്പോൾ ഞാൻ എന്താക്കും, കുറച്ച് നേരം വെള്ളത്തിൽ അവിടെ ഇട്ട് വെക്കും. ബേക്കിംഗ് സോഡ വെള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചിട്ട് എന്നിട്ട് എടുക്കുക. പിന്നെ മാമ്പഴ പുളിശ്ശേരി ആകുമ്പോൾ ഇതിന് തോലെടുക്കില്ല കേട്ടോ. അപ്പോൾ തോല് നമ്മൾ കൈ കൊണ്ട് മെല്ലെ വലിച്ചെടുത്തിട്ട് ഇത് മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ള ഇത് മാത്രമേ എടുക്കുകയുള്ളൂ, മാങ്ങ മൊത്തം. അപ്പോൾ ഈ തോല് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല വൃത്തിക്ക് കഴുകിയതായതുകൊണ്ട് ഞാൻ എടുത്ത് തിന്ന് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുറിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. മാങ്ങ ഇതിലിട്ടിട്ടുണ്ട്, പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, കറിവേപ്പില, പിന്നെ ചെറിയ കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഉപ്പിട്ട് കൊടുക്കണം, മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഒന്ന് വേവിക്കാൻ വെക്കാം. ഇതിന് വലിയ വേവൊന്നുമില്ല, നല്ല പഴുത്ത മാങ്ങയാണല്ലോ. അപ്പോൾ നല്ല ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ അരപ്പൊക്കെ ഉണ്ടാക്കണ്ടേ. പച്ച തേങ്ങയും പിന്നെ അതുപോലെ കുറച്ച് ജീരകം, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ തൈരും എല്ലാം കൂടി ഇട്ടിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നിന്ന് കറണ്ട് പോയി. ഞാൻ കുറച്ച് ചൂടൊക്കെ അകത്ത് ഇരുന്നപ്പോൾ പഴം പുഴുങ്ങാനിട്ട പോലെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വേഗം പുറത്തേക്ക് ക്യാമറ എടുത്തിട്ട് ഇറങ്ങി. പുറത്തൊക്കെ വന്നപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് വരുമ്പോഴത്തേക്കും കറണ്ടൊക്കെ വന്നു. അപ്പോൾ തിരിച്ച് കയറി നോക്കുമ്പോഴപ്പോഴത്തേക്കും മാങ്ങയും വെന്തിട്ടുണ്ടായിരുന്നു. മാങ്ങയ്ക്ക് വലിയ വേവൊന്നും ഇല്ലയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ മാങ്ങയൊക്കെ നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഈ നമ്മളിപ്പോൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അരപ്പുണ്ടല്ലോ, അതിലേക്ക് മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് തൈരൊക്കെ ചേർത്തതായതുകൊണ്ട് വലിയ ഇതൊന്നും തിളയ്ക്കൊന്നും വേണ്ട. നല്ലത് ജസ്റ്റ് ഒന്നിങ്ങനെ കുമിള വരുന്ന പോലെ വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കാം. അപ്പോൾ മിക്സി ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഇട്ട് കൊടുത്തു. ഞങ്ങളെടുത്ത് ടേസ്റ്റ് നോക്കി, അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ്. ആ എരിവ്, മധുരം, പുളി, ഉപ്പ് എല്ലാം കൂടെ ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ്. നമുക്കൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് നല്ല എരിവുള്ള ഏതെങ്കിലും കറീൻ്റെ കൂടെയൊക്കെ ഇത് സൈഡാകുമ്പോൾ നമുക്ക് ആ എരിവുള്ള കറീൻ്റെ ഇതൊന്നും നമുക്കറിയില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും മാമ്പഴക്കാലം കഴിയുന്നതിന് മുന്നേ ഇതൊന്നും ഉണ്ടാക്കി നോക്കാം. നല്ല ടേസ്റ്റുള്ള കറി, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.